നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെന്ന ഉപയോഗിക്കുമ്പോൾ ഓറഞ്ച് കളറാണ് കിട്ടുന്നതെന്ന് എല്ലാവരും പറയാറുണ്ട്. ആ ഓറഞ്ച് കളർ എങ്ങനെ കറുപ്പ് കളറാക്കി മാറ്റാം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത്. ഇത് തലയിൽ തേക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ തന്നെ കിട്ടുന്നതാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ്, ഒരു ദോശക്കല്ലിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് വെറ്റിലയാണ്. വെറ്റില ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് രണ്ട് സൈഡും. വെറ്റില നമ്മൾ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുമുണ്ട്. ഇതുപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം കുട്ടികൾക്കൊക്കെ ജലദോഷം വരുന്ന സമയത്ത്, അല്ല കഫക്കെട്ടൊക്കെ ഉള്ള സമയത്ത് നെഞ്ചിൽ കുറുകുറുപ്പൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ, ആ സമയത്ത് ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് നെഞ്ചിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ പനിക്കൂർക്കയിലൊക്കെ വെക്കുന്നത് പോലെ തന്നെ വെറ്റില വെച്ചിട്ടും ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ആശ്വാസം കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് ചൂട് ആകാതെ നോക്കണം. അതുപോലെ വെറ്റിലയിട്ട വെള്ളം വായിക്കൊള്ളുകയാണെങ്കിൽ വായ്നാറ്റും അതുപോലെ വായിലുണ്ടാകുന്ന പുണ്ണും മാറിക്കിട്ടുന്നതാണ്. അടുത്ത ടിപ്പ്, നമ്മൾ ദോശയൊക്കെ ചുടുമ്പോൾ ദോശക്കല്ലിനെ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു വെറ്റില എടുത്തിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ദോശ ഒട്ടിപ്പിടിക്കാതെ ഇളകി വരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ തുരുമ്പ് പിടിച്ചിരിക്കുന്ന ദോശക്കല്ലും പുതിയ ദോശക്കല്ലും ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല മയമുള്ളതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഇല ഇതുപോലെ ഉണങ്ങി വരുമ്പോൾ കല്ലിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചിട്ട് നമുക്ക് ദോശ ഇട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ വെറ്റിലയുടെ ഒക്കെ ആ ഒരു ചൊവ്വ സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ആദ്യം ചുടുന്ന ദോശ ഉപയോഗിക്കാതെ ഇരുന്നാൽ മതി. പിന്നീട് ചുടുന്ന ദോശ ഉപയോഗിക്കാം. ഒരു സ്മെല്ലും ഉണ്ടായിരിക്കുന്നതുമല്ല കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് ഇതുപോലെ ഒരു തവിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാമ്പുവാണ്. ഒരു 3-4 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 സ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ്. കർപ്പൂരം ഒരെണ്ണം ഇതിനകത്തേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളത്ര എണ്ണ എടുത്തിട്ട് ഇത് നമുക്ക് കൂടുതൽ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്നും കൂടെ ചൂടാക്കി എടുക്കുന്നുണ്ട്. ആ കർപ്പൂരമൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ നിറം ഉലുവയൊക്കെ ആയി വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസ് ഓഫ് ആക്കിയിട്ട് തണുക്കുന്നതിനായിട്ട് മാറ്റി വെക്കാം. ഇത് ഉപയോഗിക്കുന്നത് തലയിൽ പേൻ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നതാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ തലയിൽ പേൻ ഉണ്ടാകാറുണ്ട്. അത് എത്ര നമ്മൾ ചീകി കൊടുത്താലും മാറുന്നില്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ചെയ്ത് നോക്കാവുന്നതാണ്. ഒന്നല്ലേ രാത്രി കിടക്കുമ്പോൾ ഇതുപോലൊരു കോട്ടണിൽ ഈ എണ്ണ മുക്കിയിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു തോർത്ത് വെച്ചിട്ട് കവർ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഒറ്റ പെയിനില്ലാതെ എല്ലാം തോർത്തിലുണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ലപോലെ പേൻ ചെയ്യുന്ന ചീപ്പ് വെച്ചിട്ട് ചീകിയതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കൊതുക് കടിക്കുന്ന ഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ യൂസ് ചെയ്യാം. അതുപോലെ സന്ധ്യ സമയത്തൊക്കെ കൊതുകിൻ്റെ ശല്യം രൂക്ഷമായിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചെടുത്തിട്ട് കയ്യിലോ കാലിലോ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൊതുക് നമ്മുടെ ശരീരത്തിൽ വന്ന് കടിക്കുന്നതല്ല. ആ ഒരു സ്മെല്ല് കൊതുകുകൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ താല്പര്യമുള്ളവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഇനി തയ്യാറാകുന്നത് നല്ല നാച്ചുറലായിട്ട് ബ്ലാക്ക് കളർ കിട്ടുന്ന ഹെയർ ഡൈ ആണ് കേട്ടോ. തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 2 സ്പൂണ് ഹെന്ന പൗഡറാണ്. അതിനകത്തേക്ക് 2.5 സ്പൂണ് നീലയാമ്പരി പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികൾ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ പൊടികൾ തന്നെ എടുക്കണം, എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇനി അതിനകത്തേക്ക് ഒരു ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കരിഞ്ജീരകം, ഉലുവ, നെല്ലിക്ക ഇതെല്ലാം കൂടെ ചേർത്ത ഒരു ജെല്ലാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇതിന് മുന്നേ ഇട്ടിരിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു കൂട്ടാണിത്. മുടി വളർച്ചയ്ക്കും താരം പോകാനും മുടി നല്ല കറുപ്പായിട്ട് അകാലനരയൊക്കെ മാറ്റാനും ഇതൊന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ് കേട്ടോ. ഒരു പാക്കറ്റ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. നിങ്ങൾക്ക് ചായവെള്ളമാണെങ്കിലും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്.
അപ്പോൾ കുറേശ്ശെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മുടി ഡ്രൈ ആകാതെ നല്ല സ്മൂത്തായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ലൂസ് പരുവം ആക്കിയെടുക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ച് ഞാനിവിടെ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൂട്ട് നമുക്കൊരു 4 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1 നൈറ്റ് വെക്കണമെന്നില്ല, ഒരു 4-5 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ നല്ല ആയിട്ട് ഇതിൻ്റെ കളർ ചേഞ്ചായി വരും. അതിനുശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരു 4 മണിക്കൂർ വെച്ചതിന് ശേഷം എടുക്കുമ്പോൾ തന്നെ ഈ ഒരു കൂട്ട് നല്ലപോലെ ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ മുടിക്കും നല്ല കളർ വരുന്നതാണ് കേട്ടോ, കറുപ്പ് കളറ്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരമുറി നാരങ്ങ നീരും കൂടെയാണ്. ഇത് തലയിലെ താരൻ്റെ ഒക്കെ ശല്യം മാറാനും അതുപോലെ തന്നെ മുടി നല്ലൊരു സ്മൂത്തായിട്ട് കിടക്കാനും ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മുടി ഡ്രൈ ആയി കിടക്കുന്നവരാണെങ്കിൽ ഒരു മുട്ട വെള്ളയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുടി ചകിരി പോലെ ഡ്രൈ ആയി കിടക്കുകയൊന്നുമില്ല. ഈ ഒരു പായ്ക്ക് തേച്ച് കൊടുത്താലും നല്ല സ്മൂത്തായിട്ട് തന്നെ കിടക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തലമുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം ഉണ്ടാകാൻ പാടില്ല. ഷാമ്പു ചെയ്ത മുടിയിലേക്ക് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നാലേ മുടിയിൽ ഇത് പിടിക്കുകയുള്ളൂ. അതിനുശേഷം മാക്സിമം ഒരു 2 മണിക്കൂറെങ്കിലും തലയിൽ വെച്ചിരിക്കുക. അതിനുശേഷം കഴുകി കളയാവുന്നതാണ്. ഷാമ്പു 2-3 ദിവസത്തിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഓയിലും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടിലൻ റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.